സിവിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ യൂണിഫോമിന്റെ പാന്റിന്റെ ഒരു അര പട്ടയാണത്. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടിങ് ഞാനൊരു വീഡിയോ കാണിച്ചത്. അപ്പൊ ഇന്ന് തൽക്കാലം സ്റ്റിച്ചിങ്ങിന്റെ ഒരു വീഡിയോ ആണ്. പാന്റിന്റെ ബെൽറ്റ് പട്ട എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമ്മളിത് ഒരു ഭാഗം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ ഭാഗം കുറച്ച് പിൻപോട്ടിട്ടുണ്ട്. ആ ഭാഗം ഈ ബെൽറ്റിന്റെ തൊഴിലിന് കണക്കാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ഉള്ളിലേക്ക് തുമ്പ് നിർത്തി എടുക്കുക. ബെൽറ്റിന്റെ വീതി നോക്കുക. വീതിയേറെ 4 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ട് ബെൽറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ബെൽറ്റിന്റെ കട്ടിങ്, പേരിന്റെ കട്ടിങ് ഒക്കെ പേരിന്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. ബെൽറ്റ് വെക്കേണ്ടതും അതിന്റെ അളവൊക്കെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇതിപ്പോ തൽക്കാലം സ്റ്റിച്ചിങ് ഒന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മള് ഫുഡിന്റെ യൂണിഫോം പാന്റിന്റെ അരവണ്ണത്തെ നമ്മൾ നോക്കിയതിനനുസരിച്ചാണ് പട്ടം വെച്ചൊട്ടിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞാല് ആദ്യം വെക്കേണ്ട ഭാഗം നമ്മൾ പാന്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാന്റിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഒരു വീഡിയോയുടെ കാണിക്കാം. നമ്മള് ഒന്ന് സിപ്പിന്റെ മേൽഭാഗം, ഒന്ന് സിപ്പിന്റെ താഴ്ഭാഗം, റണ്ണർ ഫിറ്റ് ചെയ്ത ഭാഗം, ഫ്ലൈ ചെയ്യുന്ന ഭാഗം. അപ്പൊ അതിന്റെ മേൽഭാഗമാണ് നമ്മൾ ആദ്യം മേൽഭാഗം വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. മുൻഭാഗം ഇതൊന്ന് മാർക്ക് ചെയ്തിരുന്നു. മാർക്ക് ഇപ്പൊ കാണാനില്ല. അപ്പോൾ ഇത് രണ്ടുകൂടെ ഒപ്പാക്കിയിട്ട് ഇവിടെ രണ്ടാമത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് കൊടുത്തിട്ട് നമ്മളുടെ സിപ്പിന്റെ ഭാഗം, ഫ്ലൈന്റെ ഭാഗം നമ്മൾ കുമ്പ് അരഞ്ച് കയറിയിട്ടുണ്ട്. ബെൽറ്റ് അരവണ്ണത്തിന് കൂടെ ഒപ്പായിട്ട് ഇതാണ് മാർക്കുന്നത്. തുമ്പാണ് എക്സ്ട്രാ ഉള്ളത്. ഇത് ഇതായി മാർക്കിൽ വെക്കുക. ബെൽറ്റ് പീസ് മേലെ വെക്കുക. പാന്റിന്റെ പീസ് താഴെ വെക്കുക. എന്നിട്ട് അരവണ്ണത്തെ നമ്മുടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ ബെൽറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പാന്റിന്റെ ബെൽറ്റ് അതിന്റെ ഫിറ്റിംഗ് ആണ് കാണിക്കുന്നത്. അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഒരു മുമ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിലേക്ക് കണ്ടുവരുന്നത് അടുത്ത വീഡിയോയിലൂടെ കാണിക്കുക. അതിപ്പോ ഫിറ്റ് ചെയ്യേണ്ടത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മേൽമാറിന് മാർക്ക് ചെയ്തിട്ട് അതേ മാർക്കിന് അടിമാറിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ അരഞ്ചോളം കനവാസി പുറത്തേക്ക് നമ്മൾ ലൂസ് കയറിയിട്ടിട്ടുണ്ടായിരുന്നു. എത്താതിരിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവണ്ണം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കുക. ഇവിടെ നമുക്ക് 1 ഇഞ്ചോളം തുമ്പ് അഥവാ അരവണ്ണം പൊട്ടുക വേണ്ടത് 1 ഇഞ്ചോളം തുമ്പ് പുറത്തോട്ട് തള്ളിയിട്ട് കൊടുക്കുക. ഇനി ആദ്യത്തെ മാറിന് ഇങ്ങനെ മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു മറിക്കുക. സ്റ്റിച്ചിങ്ങിന് കുറച്ചൊക്കെ അറിയുന്നത്